നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ അധ്യക്ഷൻ അബൂബക്കറിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. അബൂബക്കറിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഡി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലു, ചികിത്സ ആവശ്യമുള്ളതുകൊണ്ട് ജാമ്യം എന്നുള്ളതായിരുന്നു ആവശ്യം. സുപ്രീം കോടതി എന്തുകൊണ്ടാണ് ജാമ്യാപേക്ഷ നിരസിച്ചത്? അബൂബക്കറിന്റെ മെഡിക്കൽ റിപ്പോർട്ട് സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു. അതായത് നേരത്തെ ഈ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ അധ്യക്ഷൻ അബൂബക്കർ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരുന്നപ്പോൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണെന്നും അദ്ദേഹത്തിന് അടിയന്തര ചികിത്സ ആവശ്യമാണെന്നുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന സംഘത്തോട് അബൂബക്കറിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഇന്ന് സുപ്രീം കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയത്. ചികിത്സയ്ക്ക് ജാമ്യം അനുവദിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം ഇപ്പോൾ പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം അസുഖം വഷളായാൽ അബൂബക്കറിന് ജാമ്യത്തിനായി വിചാരണ കോടതിയെ വീണ്ടും സമീപിക്കാമെന്നും ജസ്റ്റിസ് എം സുന്ദരേഷ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.